അഘാസുരമോക്ഷം. ഓം നമോ ഭഗവതേ വാസുദേവായ. മുത്തശ്ശിയുടെ കൊച്ചുമക്കളെ, ഇന്ന് നിങ്ങൾക്ക് അഘാസുരന് മോക്ഷം കിട്ടിയ കഥ പറഞ്ഞു തരാം. പണ്ട് ശംഖാസുരൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. ഈ ശംഖാസുരന്റെ മകനാണ് അഘാസുരൻ. അവർ വളർന്ന് അതീവ സൗന്ദര്യമുള്ള ഒരു യുവാവായി. അതിൽ അവന് കുറച്ചധികം അഹങ്കാരവും ഉണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കളിയാക്കുമായിരുന്നു. ശംഖാസുരനും അഘാസുരനും ഉള്ളത് മലയപർവ്വതത്തിലായിരുന്നു. ഒരു ദിവസം അഷ്ടാവക്രമുനി മലയപർവ്വതത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അഘാസുരൻ മുനിയെ കാണാൻ ഇടയായി. അഷ്ടാവക്രമുനിയുടെ ശരീരത്തിന് 8 വളവുകളുണ്ട്. അഘാസുരൻ മുനിയെ കണ്ടതും വിരൂപി എന്ന് പറഞ്ഞ് കളിയാക്കി. ഇത് കേട്ടതും അഷ്ടാവക്രമുനിക്ക് ദേഷ്യം വന്നു. മുനിമാർക്കെല്ലാം ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക? ഉടനെ ശപിക്കും. അതേ പ്രകാരം മുനി അഘാസുരനെ പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു. പാമ്പുകൾ വിരൂപരും വളഞ്ഞു പുളഞ്ഞു പോകുന്നവരും ആണല്ലോ. ശാപവാക്കുകൾ കേട്ടതും അഘാസുരന് പേടിയായി. ഇത്രയും സൗന്ദര്യമുള്ള ഞാൻ ഇനി പാമ്പായി ഇഴയണമല്ലോ എന്നോർത്ത് വലിയ സങ്കടമായി. അഘാസുരൻ പെട്ടെന്ന് അഷ്ടാവക്രന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. മുനിയുടെ മനസ്സലിഞ്ഞു. കോടി സൂര്യപ്രഭയുള്ള കൃഷ്ണൻ നിന്റെ ഉദരത്തിൽ എപ്പോൾ കടക്കുന്നുവോ അപ്പോൾ നിനക്ക് സർപ്പദേഹം വിട്ട് മുക്തി ലഭിക്കും എന്ന് വരം കൊടുത്തു. അപ്പോൾ മുതൽ അഘാസുരൻ വലിയ പെരുമ്പാമ്പായി ഇഴയാൻ തുടങ്ങി. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം കൃഷ്ണനും കൂട്ടുകാരും കാളിന്തി തീരത്ത് കാലിമേയ്ക്കാൻ പോയി. അവിടെ ഒരു മലയും അതിനുള്ളിലേക്ക് ഒരു ഗുഹയും കണ്ടു. അവിടെ നല്ല പുല്ല് കിട്ടും എന്നു കരുതി കൃഷ്ണന്റെ കൂട്ടുകാരും പശുക്കളുമെല്ലാം ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. കൂട്ടുകാർ പോയപ്പോൾ കൃഷ്ണനും ബലരാമനും ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. കൃഷ്ണന് അറിയാം അത് മലയും ഗുഹയും ഒന്നുമല്ല, കംസൻ എന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച അഘാസുരനാണ് ഇതെന്ന്. കൂട്ടുകാർക്കൊന്നും ഇതറിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും പാമ്പിന്റെ വായിൽ അകപ്പെട്ടുവല്ലോ. കൂട്ടുകാരെയും പശുക്കളെയും രക്ഷിക്കണമല്ലോ. കൃഷ്ണൻ എന്തു ചെയ്തെന്നറിയണ്ടേ? പാമ്പിന്റെ വയറ്റിലാണല്ലോ ഉള്ളത്. അവിടെ നിന്ന് കൃഷ്ണൻ ശരീരം വലുതാക്കാൻ തുടങ്ങി. വലുതാവുന്നതിനനുസരിച്ച് പാമ്പിന് വേദനിക്കാൻ തുടങ്ങി. തല തല്ലി പുളയാൻ തുടങ്ങി. കൃഷ്ണൻ വലുതായപ്പോൾ പാമ്പിന്റെ തല പൊട്ടി വയർ പിളർന്നു. രാമകൃഷ്ണന്മാർ കൂട്ടുകാരെയും പശുക്കളെയുമെല്ലാം പാമ്പിന്റെ വയറ്റിൽ നിന്ന് പുറത്തു കടത്തി. അങ്ങനെ അഘാസുരൻ ചത്തു. അവന്റെ പ്രാണൻ ഒരു മിന്നൽ പോലെ വന്ന് കൃഷ്ണനിൽ ലയിച്ചു. ദേവന്മാർക്കെല്ലാം സന്തോഷമായി. പശുക്കളും കൂട്ടുകാരും പാമ്പിന്റെ വിഷമേറ്റ് മരിച്ചിരുന്നു. അവരെയെല്ലാം കൃഷ്ണൻ ജീവിപ്പിച്ചു. കൃഷ്ണൻ ഭഗവാനാണല്ലോ. കൂട്ടുകാരെല്ലാം ഉറക്കത്തിൽ നിന്നുണർന്ന പോലെ എഴുന്നേറ്റു. കൃഷ്ണൻ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പശുക്കളെയെല്ലാം കൂട്ടി രാമകൃഷ്ണന്മാരുടെ കൂടെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഇതാണ് അഘാസുര മോക്ഷം. കുട്ടികൾക്കിഷ്ടമായോ? കുട്ടികൾക്കിഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.